അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ വല്ലതും ഉണ്ടാകാം. ഊളും കാണാനില്ലല്ലോ. ജോലി ചെയ്യുന്നുണ്ട്. എന്റെ സൈസിനെ കമ്പനി പറഞ്ഞോണ്ടാണ്. അപ്പഴാണോ കളിച്ചോണ്ടിരിക്കുന്നത്? ചാക്കെടുക്കടാ, ചാക്കെടുക്കടാ. പോരട്ടെ പോരട്ടെ, ഓരോ നാട്ട് പോരട്ടെ. കഷ്ടപ്പെട്ട് കളവ് നടത്തി ക്ഷീണിച്ചു വരുമ്പോ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തില്ലേ പിള്ളേര് കറിയിക്കും. പാവങ്ങള് ഉണ്ടാക്കി കഷ്ടപ്പെടണ്ട. അന്തസ്സുള്ളവരിങ്ങനെയാ. കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. ചിലര് വടിച്ചൊക്കെ തിന്നേച്ച കിടക്കുന്ന നക്കികള്. ഓഹ്, ഐസ് പോലെ ഇരിക്കുക. ചൂടാക്കാൻ മൈക്രോവേവ് ഓവൻ ഉണ്ടോ? ആ, എവിടെ ഇരിക്കുകയാണ്? ഇതൊന്ന് നോക്കാം. बस फिर चपिया बोलो ग्रफ्ता गुण गालो. റെഡ് ലേബൽ സംഗതി തറവാടികളാ. കഴിവറ ഓമാര്. ഇവനാള് സ്വയംബനാ. പക്ഷെ നമ്മുടെ കരിയോലിൻ്റെ അത്രയും വരത്തില്ല.
സിംഗപ്പൂരുകാരാണെന്ന് അറിഞ്ഞപ്പോഴേ സംഗതി ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ റെഡ് ലെവൽ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. വേണ്ട, രുചി പോവും. ആശാനേ ഉണർന്ന സംഗതി എല്ലാം കൊഴിഞ്ഞു. എന്താ പയ്യെ പയ്യെ. ആ ഡാ, ഡാ. ഡാ, ഇത് വേണ്ടേ? ഇത് വേണ്ടേ? ഇത് വേണ്ടേന്ന്. ഒന്ന് വേഗം വെട്ടിയ ചിറങ്ങാൻ നോക്കടാ. അതൊന്ന് ശരിക്കും അയ്യോ പോലീസ് ഇവന്മാർക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ രാത്രി? ഓടി വാടാ, പതിയോട് പേടിക്കണ്ട. റിക്വസ്റ്റിൽ 4 ഉള്ളൂ. ഈ പോലീസുകാർക്ക് വേറെ പണിയില്ല എന്റെ അമ്മോ. എന്താ 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 മോളെ? എന്താ ഉണ്ടായേ? എന്താ പറ. പോലീസ് തോക്ക് വേണ്ടി. മോളെ, ഞങ്ങള് കളവ് നിർത്തിട്ട് എത്ര കാലായി? നിന്റെ അമ്മയ്ക്ക് ഈ അപ്പൂപ്പൻ വാക്ക് കൊടുത്തല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല. ദേ ഇപ്പൊ ആരും കക്കുന്നില്ല, അധ്വാനിച്ച് ജീവിക്കുന്നു. ശാന്തിക്കറിയോ, ഇപ്പൊ രാജാസ് തട്ടുകടയാണ് അങ്ങാടിയിൽ നമ്പർ 1. അതെ മോളെ, പണ്ട് അപ്പൂപ്പൻ പറയാറുണ്ടായിരുന്നില്ലേ ഒരു ഇടിയം മത്തായി എസ്ഐയെ കുറിച്ച്? അയാളിപ്പോ നമ്മുടെ കസ്റ്റമറാ. എന്തു സ്നേഹമാണെന്നോ. ആയ കാലത്ത് എന്തോരോ ഇടി തന്നിട്ടുള്ള ആളാ. ഇപ്പൊ നമ്മുടെ ദോശയും ബീഫും തട്ടിയിട്ടില്ലേ കസരത്ത് നടത്തുന്നത്. അതാ യോഗം. ഇടിച്ച കൈ കൊണ്ട് ഉദകക്രിയ നടത്തുക. ആ ഉദകക്രിയ എന്ന് പറഞ്ഞാൽ അത് ചത്തു കഴിഞ്ഞിട്ടല്ലേ? അങ്ങനെയാണോ? എന്നാ അങ്ങനെ ആയിക്കോട്ടെ. മക്കളെ, ഗായത്രി മന്ത്രം ജപിച്ചോണ്ട് കിടന്നാ മതി. അപ്പൊ ദുസ്വപ്നം കാണുകയില്ല കേട്ടാ. അശനെ, ശാന്തിയുടെ ഓപ്പറേഷൻ ഇനിയും വൈകിയാൽ പ്രശ്നമെന്നാ ഡോക്ടർ പറയുന്നത്. അറിയാഞ്ഞിട്ടല്ലടോ. 1000 10,000 ഒക്കെ ആയിരുന്നു എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കായിരുന്നു. ഇതിപ്പോ 1.5 ലക്ഷം രൂപ വേണ്ടേ? പണ്ടൊക്കെ ആയിരുന്നു ഒരു പൂട്ട് പൊളിച്ചാൽ മതിയായിരുന്നു. അശനെ, ശാന്തിക്ക് വേണ്ടി ഒന്നുകൂടെ പൊളിച്ചാലോ? 370 കുടുംബങ്ങളിലൂടെ നടത്തിയ യാത്രയുടെ പരിസമാപ്തി ഇവിടെ കുറിക്കുകയാണ്. അവിടെ അമ്മ എന്റെ മോൾ അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് കൊടുത്ത വാക്കാ. ഏറ്റവും കൂടുതൽ ഫൈനൽ തുടങ്ങി. ഒന്നാം സമ്മാനം 25 ലക്ഷം രൂപയാ. 2011 ഗ്ലെൻ ലാബ് ഐഡിയൽ കപ്പിളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മിസ്റ്റർ കെ.പി. നമ്പ്യാർ ആൻഡ് സോഫിയ നമ്പ്യാർ. Congratulations, ladies and gentlemen. Please put your hands together to welcome Mr. K.P. Nambyar and Sophia Nambyar. നമുക്ക് അവരെ വേദിയിലേക്ക് നിറഞ്ഞ കൈയ്യടിയോടെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവർക്കായിരിക്കും ഒന്നാം സമ്മാനം. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങളിൽ ഇന്ന് പിണക്കങ്ങളേറുമ്പോൾ ഈ ദമ്പതികൾ തമ്മിൽ ഒരു കാര്യത്തിലും പിണക്കമില്ല, ഇണക്കം മാത്രമേ ഉള്ളൂ. ഇവരെ മലയാളി സമൂഹം മാതൃകയാക്കേണ്ടതാണ്. ഭാര്യയും ഭർത്താവും കുടുംബത്തിന്റെ അലകും പിടിയുമാണെന്ന് ഇവരെ കണ്ട് നമ്മൾ മനസ്സിലാക്കണം. പരസ്പര പൂരകങ്ങളായി പ്രേക്ഷകരെ തങ്ങളിലേക്ക് ആകർഷിച്ച ഈ ദമ്പതികൾക്ക് ലഭിക്കാൻ പോകുന്നത് ഗ്ലെൻ ലാബ് സ്പോൺസർ ചെയ്യുന്ന 25 ലക്ഷം രൂപയാണ്. സമ്മാനത്തുക നൽകുവാനായി ഗ്ലെൻ ലാബ് MD ശ്രീ ജോൺ ബോസ്കോയെ ക്ഷണിക്കുന്നു. രാജേശ്വരി ഉണ്ടായിരുന്ന ഒരു കൈ നോക്കായിരുന്നു. ഏറ്റവും അലമ്പ് ഫാമിലിക്കുള്ള ഒന്നാം സമ്മാനമായിരിക്കും. ഇരുമയ്യും ഒരു മനസ്സുമായിരുന്നു ഞങ്ങളുടേത്, അറിയോ? സകല കുടുംബക്കാരും നോക്കി നിൽക്കേ. 42 പവൻ അടിച്ചു മാറ്റിയോളാം. കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് കേട്ടിട്ടില്ലേ? കൊടുക്ക സർക്കിള് അടിമാലി മേരിയുടെ ഇടിക്കട്ടയ്ക്ക് മുമ്പിൽ ഒതുങ്ങി. അതും ഒരു യോഗമല്ലേടാ. ആ താടക കൈവച്ച് 90 പക്കമുള്ളൂ. മതി മതി, ഇനി പറയണ്ട. ഈ പഹയന്മാര് 25 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നോ? ഈ പണം ഞങ്ങൾ കൊടുക്കുന്നു. ഞങ്ങൾക്ക് കുട്ടികളില്ല. അവരാണ് ഞങ്ങൾ കുട്ടികൾ.
ഇവിടെ ഭക്തരാവുകയാണ്. കിട്ടിയ സമ്മാനത്തുക അനാഥകളുടെ ഓ അതിൽ നിന്ന് 2 ലക്ഷം രൂപ കിട്ടിയിരുന്നെങ്കിൽ ശാന്തിമോടെ ഓപ്പറേഷൻ നടത്തായിരുന്നു. ഇനി വിചാരിച്ചത് കിട്ടും. അതെങ്ങനെയാടാ? ആ തടിച്ച കിഡ്നാപ്പ് ചെയ്താ മതി. എത്ര കോടി ചോദിച്ചാലോ നമ്പ്യാര് തരും. ആ മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോടാ കൊച്ചി കഴിവറടാ മോനെ. അതിനു മുമ്പ് കിഡ്നാപ്പിംഗ് ഐഡിയ ആണല്ലേ. പോയി മരുന്ന്. അതൊന്നുമല്ല, ഇന്ന കാലത്തും വേണമെന്ന് വെച്ചാൽ നടക്കും. ആശാനൊന്ന് ആലോചിക്കുക. ആ ശരി ശരി, എല്ലാരും തൽക്കാലം കടയിലേക്ക് പോ, കച്ചവട സമയാ. എല്ലാരും പോടാ. ഒന്ന് വേഗം എണീക്കടാ, ഒരു 100 കൂട്ടം പണിയുള്ളതാ. വേഗം പോടാ. ചേട്ടാ പുട്ടുണ്ടോ? എടാ വാസു, റെഡിയായോ? ഇപ്പൊ റെഡിയാവും. പണ്ട് പൂട്ടുവാസു, ഇപ്പൊ പുട്ടുവാസു. മാനം മര്യാദക്കുള്ള ജോലിയായിരുന്നു മോഷണം. അത് കളഞ്ഞിട്ട് പുട്ട് കുത്തും. വാച പഠിക്കുന്ന പൂട്ടെടുത്ത് കൊടുറാ. ഈ പുട്ടെന്ന് പറഞ്ഞാലേ ഷൂ എന്ന് പറഞ്ഞാവുന്ന സാധനമല്ല, ആവി കയറണം. ഈ പുട്ട് കണ്ടുപിടിച്ചവനെ തട്ടണം. എടാ ഒന്ന് പെട്ടെന്ന് ആക്കടാ. എടാ പുട്ടേ, ചോദിച്ച കേട്ടില്ലേ? ഇപ്പൊ റെഡിയാക്കാന്ന്. ഏത് തുറക്കാത്ത പൂട്ടും ഈ പൂട്ടുവാസിന് മുമ്പിൽ തുറക്കുമായിരുന്നു. മതിയടാ. എടാ ഗണേശ, എന്താ ആശാനെ? ഞാൻ ആലോചിക്കായിരുന്നു. ദേ ആവശ്യമില്ലാത്ത കാര്യം ആലോചിക്കണ്ട, ആ ദോശ കരിയും. അതല്ലടാ, നീ വൈകിട്ട് പറഞ്ഞില്ലേ എന്ത് കാര്യം? എടാ ആ സാധനത്തിനെ പൊക്കിക്കൊണ്ട് വരുന്ന കാര്യം. പൊക്കിക്കൊണ്ടുവരുന്നത്? ആ കിഡ്നാപ്പിംഗ്. ആ ഗ്രൈൻഡർ പൊക്കുന്നല്ലേ, അത് നമുക്ക് ആലോചിക്കാം. ഷോ അതല്ലടാ. മനസ്സിലായി ആശാനെ, ആ സമ്മാനം കിട്ടിയ ഗ്രൈൻഡർ അല്ലേ, അത് നമുക്ക് രാത്രി ആലോചിക്കാം. ആശാൻ ഇപ്പൊ 2 ഡബിൾ ഓംലെറ്റ് എടുക്ക്. ഗ്രൈൻഡർ ഇപ്പൊ സമ്മാനം കിട്ടി. നീ അറിഞ്ഞില്ലടാ അറിഞ്ഞില്ല. പുട്ടേ. ഇപ്പൊ കിട്ടി. ഗ്രൈൻഡർ സമ്മാനമായി കിട്ടിയോ? ഓ രക്ഷപ്പെട്ടു. ഇനിയെങ്കിലും ബാക്കിയുള്ളവൻ അരി അരച്ച് 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 ഒഴിവുപോലാവണ്ടല്ലോ. നാളെ മുതൽ ഗ്രൈൻഡറിൽ അരച്ചാ പുട്ടുണ്ടാക്കാൻ പോകുന്നേ. അരച്ചിട്ട് പുട്ടുണ്ടാക്കി. അതേടാ ഒരു അരപ്പുട്ട്. തൽക്കാലം നീ ഒരു കാര്യം പുട്ട് എടുക്കടാ. പുട്ടേ, ദോശ, ഓംലെറ്റ്, മുട്ടയോടെ വെക്കടാ. ഒരു മുട്ടയ്ക്ക് എന്താ വിലയെന്നറിയോ? ദിവസം പ്രതി കച്ചവടം നഷ്ടമാ. ഇവന്റെ വയറാണെ വീർത്ത് വീർത്ത് കഴിയും. കുട്ടിയോടുന്നവന് മുട്ട, ബാക്കിയുള്ളവനൊരു കാട മുട്ടയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു.